കമ്മിങ് ടു ടുഡേസ് ടോപ്പിക്. ഇന്ന് നമ്മുടെ വർക്കിച്ചൻ സാറ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് ജോയിനിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ പ്രാക്ടിക്കലും ലീഗലുമായിട്ടുള്ള ആസ്പെക്റ്റുകൾ നമ്മൾ എങ്ങനെയൊക്കെ ടേക്ക് കെയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരുപക്ഷെ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ലേബർ നിയമങ്ങളുടെ കീഴിലുള്ള എംപ്ലോയേഴ്സ് റൈറ്റ്സ് മനസ്സിലാക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 14 വയസ്സ് തികയാത്ത ഒരാളെ വെക്കാമോ? എന്തുകൊണ്ട് വെച്ചുകൂടാ? എന്റെ സ്ഥാപനം, ഞാൻ ഉണ്ടാക്കിയ സ്ഥാപനം, അയാളും തയ്യാറാണ് വർക്ക് ചെയ്യാൻ. പിന്നെ ആർക്കാ ഇവിടെ പ്രശ്നം? അപ്പൊ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, 18 വയസ്സ് തികയാത്ത ഒരാളെ എംപ്ലോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 18 വയസ്സ് ആകാത്ത ഒരാളെ വെക്കാം. പക്ഷെ എന്താ വെക്കാത്തത്? ഓൾ പേയ്മെന്റ്സ് ആർ ടു ബി മെയ്ഡ് ഇൻ ക്യാഷ്. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചാലും വെച്ചില്ലെങ്കിലും ദീസ് ആർ ദ സ്റ്റാറ്റ്യൂട്ടറി കണ്ടീഷൻസ് ഓഫ് സർവീസ്. ഇറ്റ് ഓട്ടോമാറ്റിക്കലി അപ്ലൈസ്. നിങ്ങൾ എഴുതി വെക്കണമെന്നില്ല. പക്ഷേ നിയമമില്ലാത്ത കാര്യങ്ങളുണ്ട്, അത് എഴുതി വെച്ചില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കും. യു ടേക്ക് എനി ആക്ട്. ഈ ആക്ടിൽ എവിടെയെങ്കിലും ഒരു എംപ്ലോയർക്ക് അയാളുടെ അധീനതയിലുള്ള മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് എഴുതി. Is there a statutory condition that when an employee should return? ഒരു എംപ്ലോയി എപ്പോ റിട്ടയർ ചെയ്യണം? നിയമമുണ്ട്. ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പല കമ്പനികളിൽ പല റിട്ടയർമെന്റ് ഏജ്? ഗവൺമെന്റിൽ 55 റിട്ടയർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, 58 60 ഒരേ കമ്പനിയിൽ തന്നെ വർക്കർ 55, ഓഫീസർ 58, മാനേജർ 60. എന്താ ഇതിന് കാരണം? ഒരു നോട്ടീസ്, ഒരു എംപ്ലോയിക്കുള്ള നോട്ടീസ് വാട്സപ്പിൽ അയക്കും. Whether it can be considered that notice is officially sent and he has received the notice. അങ്ങനെ പരിഗണിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു ട്രെയിനിങ് എത്ര കാലത്തേക്ക് വെക്കാം? ആളുകൾ 4-5 കൊല്ലമൊക്കെ ട്രെയിനിങ് വെക്കുകയാണ്. അപ്പൊ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റുമോ? അപ്പൊ ട്രെയിനിങ് പീരീഡിലും പ്രൊബേഷൻ പീരീഡിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാളെ പറഞ്ഞു. കാരണം കൺഫേംഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കൺഫേംഡ് എംപ്ലോയിയുടെ അപ്പോയിന്റ്മെന്റ് ഓർഡറിലൊക്കെ കാണും. either party can terminate this contract by giving 3 months notice, 2 months notice, 1 month's notice എന്ന് കാണും. പക്ഷെ പെർമനന്റ് എംപ്ലോയി ആക്കുന്നതിന് മുമ്പ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതേസമയം if an employee is in training or in probation, you can terminate. പക്ഷേ ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ അവരെ എത്ര നാൾ കഴിഞ്ഞാലേ നമ്മളുടെ സ്ഥാപനത്തിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും? 1 മാസം കഴിഞ്ഞപ്പോൾ ആളൊക്കെ റെഡിയായി, മനസ്സിലായോ? അവര് ജോലിക്ക് നമ്മൾ വെച്ചാൽ നിയമവിരുദ്ധമാണോ? കോൺട്രാക്ട് ഫോർ സർവീസിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ ഒരു ഡിസ്പ്യൂട്ട് വന്ന് അതൊരു എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ആ കേസസ്. ഈ കോൺട്രാക്ട് ഫോർ സർവീസുകാരൻ എംപ്ലോയി അല്ല. പക്ഷേ കോൺട്രാക്ട് ഫോർ സർവീസ് ആയിട്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? If you want to avoid ഇതെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് കോൺട്രാക്ട് ഫോർ സർവീസ് ആക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്പർ 1. Thank you all participants for joining. See you all. Great Leap, encouraging employment values